നമസ്കാരം, KCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഴക്കാല ശുചീകരണത്തിനും പകർച്ചവ്യാധികളെ തടയാനും മുന്നൊരുക്കം നടത്താൻ കലക്ടറേറ്റ് ഹാളിൽ അടിയന്തര യോഗം. മന്ത്രി ഇ ചന്ദ്രശേഖരൻ അടക്കം ജില്ലയിലെ മുഴുവൻ MLA-മാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രസിഡന്റുമാരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ. ഇടതുപക്ഷ സർക്കാർ ഒരു വർഷം പിന്നിടുമ്പോൾ ജില്ലയിൽ അനുവദിച്ച വികസന നേട്ടങ്ങൾ വിവരിച്ച് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. അടിസ്ഥാന വിഭാഗത്തിന്റെ വികസനം സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി ചന്ദ്രശേഖരൻ. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ജില്ലയിലെ മുഴുവൻ സ്കൂൾ വാഹനങ്ങളും മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചു. പരിശോധനയ്ക്ക് വിധേയമാകാത്ത വാഹനങ്ങൾക്കുമേൽ നടപടിയെന്ന് മുന്നറിയിപ്പ്. ഓഫീസിലെ UPS പ്രവർത്തനരഹിതം. നീലേശ്വരം സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നു. പൊതുജനങ്ങൾ സേവനം ലഭ്യമാകാതെ മടങ്ങിപ്പോകുന്നു. 3 വർഷം കഴിഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന ആക്ഷേപം. അംഗൻവാടി വർക്കർമാർ ICDC ഓഫീസിന് മുന്നിൽ പ്രകടന പത്രിക കത്തിച്ച് പ്രതിഷേധിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പകർച്ചവ്യാധികൾ ജില്ലയിൽ പെരുകുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ചർച്ച ചെയ്യാൻ കലക്ടറേറ്റ് ഹാളിൽ അടിയന്തര യോഗം ചേർന്നു. മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലയിലെ MLA-മാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാർ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. മഴക്കാലം എത്താറായതോടെ ജില്ലയിൽ പകർച്ചവ്യാധികളും എത്തിക്കഴിഞ്ഞു. ഡെങ്കിപ്പനിയടക്കമുള്ള മാരകമായ പകർച്ചവ്യാധികൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തതോടെ ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും ഏറെ കരുതലോടെയാണ് നീങ്ങുന്നത്. പ്രതിരോധ നടപടികൾ ചർച്ച ചെയ്യാൻ കലക്ടറേറ്റ് ഹാളിൽ മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു. ഏറ്റവും കൂടുതൽ തോട്ടങ്ങളുണ്ടായിരുന്നെങ്കിൽ അത് ഈ കമ്പു തോട്ടമായാലും റബ്ബർ തോട്ടമായാലും ഇതൊക്കെ തന്നെ വെള്ളം കെട്ടിയെടുക്കാനുള്ള സാധ്യത കൂടുതലുള്ള പ്രദേശങ്ങളിൽ കൊതുകിൻ്റെ ശീലന പ്രവർത്തനങ്ങൾ കൊതുക് പെരുകാതിരിക്കാൻ ആവശ്യമായ വെള്ളം കെട്ടിയെടുക്കുന്ന സംവിധാനങ്ങൾ തടയാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാകും. ഈ പാക്കിംഗ് നടത്തി സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ്. പാക്കിംഗ് ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ അത് നഗരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ഏറെ കരുതലോടെ നീങ്ങാനും യോഗം തീരുമാനിച്ചു. യോഗത്തിൽ ജില്ലാ കലക്ടർ ജീവൻ ബാബു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, MLA-മാരായ NA നെല്ലിക്കുന്ന്, M രാജഗോപാലൻ, K കുഞ്ഞിരാമൻ, MP P കരുണാകരൻ, ജില്ലയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ADM, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് KCN. ഇടതുപക്ഷ സർക്കാർ ഒരു വർഷം പിന്നിടുമ്പോൾ ജില്ലയിൽ നിരവധി പദ്ധതികൾ പൂർത്തീകരിക്കാൻ സാധിച്ചുവെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. അടിസ്ഥാന വർഗത്തിന്റെ വികസനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പ്രതികരിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ധനസഹായത്തിന്റെ അവസാന ഗഡു വിതരണം ആരംഭിച്ചു. കാസർഗോഡ് വികസന പാക്കേജിനായി 87.98 കോടി രൂപ അനുവദിച്ചു. 2247 കുടുംബത്തിന് പട്ടയ വിതരണം നൽകി. സമ്പൂർണ്ണ വൈദ്യുതീകരണ ജില്ല തുടങ്ങി വിവിധ വികസന നേട്ടങ്ങളാണ് ജില്ലയ്ക്ക് ലഭ്യമായതെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഈ ബഡ്ജറ്റിൽ ഏതാണ്ട് കാസർഗോഡ് നഗരപ്രദേശത്തിൻ്റെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ എന്ന പേരിൽ 10 മുനിസിപ്പാലിറ്റികളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 10 മുനിസിപ്പാലിറ്റികളെ കാസർഗോഡുണ്ട്. അതിന് 700 കോടി രൂപ 750 കോടി രൂപ നീക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ കഴിഞ്ഞ കുറേ കാലമായി തുടരുന്ന ഉപ്പുവെള്ളം ആ അവസ്ഥക്ക് മാറ്റമുണ്ടാക്കാനുള്ള ഒരു വലിയ പരിശ്രമം ഇവിടെ തുടങ്ങാം എന്നാണ് കരുതുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം കുടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനൊരു വലിയ മാറ്റം വരുത്താൻ കഴിയുമെന്ന് ഒരു വ്യവസായ പാർക്ക് കാസർഗോഡ് ജില്ലയിൽ, അത് കാഞ്ഞങ്ങാട്, അതിനാവശ്യമായ ഭൂമി ലഭ്യമാവുന്ന കേന്ദ്രത്തെ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് ഏതാണ്ട് 100 ഏക്കറോളം ഭൂമി വേണം. അതുപോലെ അത് അവിടെ തുടങ്ങാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആഗ്രോ പാർക്ക് മടിക്കൈ പഞ്ചായത്തിലെ അമ്പലത്തറയിൽ അതിനുള്ള സ്ഥലം കണ്ടെത്താൻ വേണ്ടിയുള്ളൊരു ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരുടെ ക്വാർട്ടേഴ്സ് പണിയുന്നതിന് വേണ്ടി നമ്മുടെ ഇപ്പോൾ ബഡ്ജറ്റിൽ പണം നീക്കിവെച്ചിട്ടുണ്ട്. 12 എണ്ണം കാഞ്ഞങ്ങാട്ടും 12 എണ്ണം കാസർഗോട്ടും ഉൾപ്പെടെ 24 ക്വാർട്ടേഴ്സുകളെ പണിയുന്നതിനുള്ള പണം നീക്കിവെച്ചിരിക്കുകയാണ്. അടിസ്ഥാന മേഖലയിലുള്ള വികസനമാണ് സർക്കാർ ലക്ഷ്യമാക്കുന്നത്. കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സർക്കാരിന് സാധിക്കുന്നുണ്ട്. ജില്ലയുടെ നാനാഭാഗത്തും വികസനം കൊണ്ടുവരാൻ സർക്കാർ സന്നദ്ധമാണെന്നും അദ്ദേഹം അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ മന്ത്രി ഇ ചന്ദ്രശേഖരനൊപ്പം കലക്ടർ ജീവൻ ബാബുവും സംബന്ധിച്ചു.
ഭാഷാ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് വിദ്യാലയങ്ങളിൽ മലയാള ഭാഷ നിർബന്ധമാക്കുന്നതെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. മലയാളം പഠിക്കുന്നത് കുറ്റകരമല്ല, അതിനെതിരെ പ്രതിഷേധം വളർത്തുന്നതിൽ അർത്ഥമില്ലെന്നും എല്ലാവരും അത് ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മൾ ഏത് സംസ്ഥാനത്ത് ജീവിക്കുമ്പോഴും അവിടുത്തെ മാതൃഭാഷ പഠിക്കണം. നമ്മൾ പറയുന്നത് ഇവിടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 5ാം ക്ലാസ്സിലെ 6ാം ക്ലാസ്സിലെ 8ാം ക്ലാസ്സിലെ 10ാം ക്ലാസ്സിലെ കുട്ടി മലയാളം പഠിക്കണമെന്നല്ല കന്നഡ സ്റ്റുഡൻറ്റ്. കന്നഡ മീഡിയത്തിൽ വിദ്യാഭ്യാസം നടത്തുന്നവൻ്റെ മാതൃഭാഷ കന്നഡ തന്നെ, അതിൽ മാറ്റമില്ല. എന്നാൽ അതോടൊപ്പം കേരളമാണ് എന്നതുകൊണ്ട് മലയാള ഭാഷ കൂടി പഠിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് ഇതിലുള്ളത്. അപ്പോൾ ആ ഒരു ഭാഷ കൂടി പഠിക്കണം എന്ന് പറഞ്ഞാൽ കുറ്റമാവുന്നത് എങ്ങനെയാണ്? അതിൻ്റെ പേരിൽ ഇങ്ങനെ വലിയ പ്രതിഷേധങ്ങൾ വളർത്തുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? അപ്പം അതുകൊണ്ട് സർക്കാർ വളരെ ലളിതമായി പറഞ്ഞാൽ സൗഹൃദബുദ്ധിയ ഭാഷാ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട്, ഭാഷാ ന്യൂനപക്ഷത്തിനുള്ള എല്ലാ പരിരക്ഷയും ഉറപ്പുവരുത്തിക്കൊണ്ട് അതോടൊപ്പം നമ്മുടെ ഈ ഭാഷ കൂടി പഠിക്കണമെന്നൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ജില്ലയിലെ മുഴുവൻ സ്കൂൾ വാഹനങ്ങളും മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചു. കുട്ടികളുടെ യാത്ര സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. പരിശോധനയ്ക്ക് വിധേയമാകാത്ത വാഹനങ്ങൾക്കുമേൽ നടപടി സ്വീകരിക്കുമെന്നും RTO അറിയിച്ചു. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് ജില്ലയിലെ മുഴുവൻ സ്കൂൾ വാഹനങ്ങളും മോട്ടോർ വാഹന വകുപ്പ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. കാസർഗോഡ് മോട്ടോർ വാഹന വകുപ്പിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വാഹനങ്ങൾ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് RTO കാര്യക്ഷമതാ പരിശോധന നടത്തി. വിദ്യാർത്ഥികളുടെ യാത്ര സുരക്ഷിതമാക്കാൻ നിയമങ്ങൾ പാലിച്ചുള്ള വാഹനങ്ങളായിരിക്കണം സ്കൂളിൽ ഉണ്ടാകേണ്ടതെന്ന് കാസർഗോഡ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ബാബു ജോൺ പറഞ്ഞു. മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ സംസ്ഥാനത്തെ എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സുകളും തുടർ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാസർഗോഡ് RTOയുടെ കീഴിൽ വരുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സുകളെല്ലാം ഇവിടെ പരിശോധിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം ഒരു സന്ദേശം കുട്ടികളിൽ സ്കൂൾ അധികൃതരിൽ രക്ഷാകർത്താക്കളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അവരുടെ യാത്ര സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. നമ്മുടെ കുട്ടികൾ സുരക്ഷിതമായിട്ട് സ്കൂളുകളിൽ പോവുകയും തിരികെ എത്തുകയും ചെയ്യുക. അപ്പോൾ അവർ സഞ്ചരിക്കുന്ന വാഹനം വളരെ എല്ലാ നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഉൾക്കൊണ്ടായിരിക്കണം ആ വാഹനം ഓടിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ പരിശോധനയുടെ ഉദ്ദേശം. 2017 ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച വാഹനങ്ങൾ ഒഴികെയുള്ള മുഴുവൻ സ്കൂൾ വാഹനങ്ങളും അറ്റകുറ്റപ്പണികൾക്ക് ശേഷമാണ് പരിശോധനയ്ക്ക് എത്തിച്ചത്. കാഞ്ഞങ്ങാട് സബ് RTO പരിധിയിലുള്ള വാഹനങ്ങൾ ഗുരുവനം ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലും പരിശോധന നടത്തി. പരിശോധനയ്ക്ക് വരാത്ത വാഹനങ്ങളെ ജൂൺ 1 മുതൽ സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്നും RTO വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCN. നീലേശ്വരം സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നു. ഓഫീസിലെ UPS പ്രവർത്തനരഹിതമായതാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. വൈദ്യുതിയുടെ ഒളിച്ചുകളിയും പലപ്പോഴും രജിസ്ട്രേഷൻ തടസ്സപ്പെടുത്തുന്നു. നീലേശ്വരം രജിസ്ട്രാർ ഓഫീസിലെത്തുന്നവർ ഇപ്പോൾ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ആധാരം രജിസ്റ്റർ ചെയ്യാൻ വരുന്നവർ ഇതിന് കഴിയാതെ തിരിച്ചു പോവുകയാണ്. പ്രായമായവർ വരെ ഇക്കൂട്ടത്തിലുണ്ടെന്നതാണ് ഖേദകരം. നിത്യേന വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100ഓളം പേരാണ് ഇവിടെ രജിസ്ട്രേഷനും ജാമ്യം ഒപ്പിടുന്നതിനും അനുബന്ധ ആവശ്യത്തിനും എത്തുന്നത്. അത്യാവശ്യ കാര്യത്തിന് രജിസ്ട്രേഷൻ നടത്തേണ്ടവരും വിദേശത്തു നിന്നും രജിസ്ട്രേഷനായി വന്ന് പെട്ടെന്ന് തിരിച്ചു പോകേണ്ടവരും ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം രജിസ്ട്രേഷൻ ഓഫീസിൽ എത്തിയിരുന്നു. ഇവർക്ക് വ്യാഴാഴ്ചയും കൃത്യസമയത്ത് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ രജിസ്ട്രേഷൻ പ്രവർത്തനം കാര്യക്ഷമമായി നടത്തുന്നതിനുള്ളിൽ സാങ്കേതികമായ തടസ്സമാണ് ഓഫീസിനുള്ളത്. ഞാൻ ഇന്നലെ ഇവിടെ വന്നു, എൻ്റെ അമ്മേനെയും കൂട്ടി ഒരു രജിസ്ട്രേഷൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു കറണ്ട് ഇല്ല. കുറച്ച് കഴിഞ്ഞിട്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ കറണ്ട് ഇല്ല. സത്യം 4 മണി. അതിലൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, 70 മെമ്പേഴ്സ് ഒപ്പിടേണ്ട ഒരു രജിസ്ട്രേഷൻ. അവർ വൈകുന്നേരം 5 മണി വരെ കാത്തു നിന്ന് കറണ്ട് വന്നതിനൊക്കെ കാത്തിട്ടു. ഞാൻ ഇന്നും എൻ്റെ അമ്മേനെ കൂട്ടി ഇവിടെ വന്നിരിക്കും. ഇവിടെ വന്നപ്പോഴും പറയുന്നത് നെറ്റ് കണക്ഷൻ ഇല്ല. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ വൈദ്യുതി ഇല്ലാത്തത് ഓഫീസ് പ്രവർത്തനത്തെ ബാധിച്ചു. വൈകുന്നേരം 5 മണിയോടെ വൈദ്യുതി എത്തിയ ശേഷമാണ് അല്പമെങ്കിലും പ്രവർത്തനം നടന്നത്. ഇന്നലെ മടങ്ങിപ്പോയവർ ഇന്ന് കാലത്ത് തന്നെ എത്തിയെങ്കിലും ഫലമുണ്ടായില്ല. BSNL പ്രവർത്തനം തടസ്സപ്പെട്ടതിലൂടെ ഇന്റർനെറ്റ് സംവിധാനവും പ്രവർത്തനരഹിതമായത് രജിസ്ട്രേഷനെ ബാധിച്ചു. രജിസ്ട്രാർ ഓഫീസിലെ UPS പ്രവർത്തനരഹിതമായതാണ് പ്രവർത്തനത്തിന് തടസ്സമാകുന്നത്. UPS ഉപയോഗശൂന്യമായ കാര്യം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജീവനക്കാർ പറഞ്ഞു. പുതിയത് എത്താൻ വൈകുന്നതാണ് പ്രശ്നത്തിന് കാരണം. കേസ്-1 സാങ്കേതിക വിദ്യയിലൂടെ പ്രവർത്തിക്കുന്നതിനാൽ ഇന്റർനെറ്റ് സംവിധാനം ഇല്ലാതെ രജിസ്ട്രേഷൻ പ്രവർത്തനം നടക്കില്ല. പുതിയ UPS എത്തിക്കാതെ രജിസ്ട്രേഷൻ പ്രവർത്തനം തടസ്സമില്ലാതെ മുന്നോട്ട് പോകുകയുമില്ല. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ ഉടൻ നടപടി സ്വീകരിക്കണം എന്നാണ് ജനങ്ങളുടെ ആവശ്യം. കുണ്ടംകുഴി പഞ്ചലിംഗേശ്വര ക്ഷേത്രത്തിലെ കർപ്പൂരാതി ദ്രവ്യകലശവും പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവവും
മെയ് 30 മുതൽ ജൂൺ 7 വരെ നടക്കും. മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ സാംസ്കാരിക കലാപരിപാടികളും സംഘടിപ്പിക്കും. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കുണ്ടംകുഴി ശ്രീ പഞ്ചലിംഗേശ്വര ക്ഷേത്രത്തിൽ കർപ്പൂരാദി ദ്രവ്യകലശത്തിനും മഹാവിഷ്ണു, ധർമ്മശാസ്താവ്, മഹാഗണപതി തുടങ്ങിയ ദേവന്മാരുടെ പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശോത്സവ മഹോത്സവത്തിനും മെയ് 30 തുടക്കമാകും. 9 ദിവസങ്ങളിലായി നടക്കുന്ന ചടങ്ങിന് ബ്രഹ്മശ്രീ ഇരുവൽ IK കേശവൻ തന്ത്രി, IK പത്മനാഭൻ തന്ത്രി, IK കൃഷ്ണദാസ് തന്ത്രി തുടങ്ങിയവർ കാർമ്മികത്വം വഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ധർമ്മശാസ്താവിൻ്റെയും ശ്രീ മഹാവിഷ്ണുവിൻ്റെയും ശ്രീ മഹാഗണപതിയുടെയും പുനഃപ്രതിഷ്ഠയും കർപ്പൂരാദി ബ്രഹ്മകലശവും ഈ മെയ് 30 മുതൽ ജൂൺ 7 വരെ വളരെയധികം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ 10,000 സാക്ഷി നിർത്തിക്കൊണ്ട് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജൂൺ 7 മഹോത്സവത്തിന് സമാപനം കുറിക്കും. വാർത്താ സമ്മേളനത്തിൽ E. മാധവൻ നായർ, M. ഗംഗാധരൻ നായർ, വേണുഗോപാലൻ, മധുസൂദനൻ, രഘുനാഥൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കാസർഗോഡ് താലൂക്ക് ബസ് ഓണേഴ്സ് സഹകരണ സംഘത്തിന്റെ സെക്രട്ടറിയായി 28 വർഷം സേവനമനുഷ്ഠിച്ച KK തമ്പാൻ നായർക്ക് യാത്രയയപ്പ് നൽകി. ആദരിക്കൽ ചടങ്ങ് NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. 1992 ബസ് ഓണേഴ്സ് സഹകരണ സംഘത്തിന്റെ സെക്രട്ടറിയായ KK തമ്പാൻ നായർ 28 വർഷക്കാലം ഈ മേഖലയിൽ പ്രവർത്തിച്ചു. കാസർഗോഡ് ബസ് ഓണേഴ്സിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് KK തമ്പാൻ നായർ. നീണ്ട 28 വർഷത്തെ സേവനത്തിനു ശേഷമാണ് അദ്ദേഹം സർവീസിൽ നിന്നും വിരമിക്കുന്നത്. ആദരിക്കൽ ചടങ്ങ് NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഒരു കരാറുകാരുടെ ആവശ്യത്തിന് മാത്രം മുൻതൂക്കം നൽകിയാൽ പോരാ, ഇങ്ങനെ സാധാരണക്കാരുടെ ആളുകൾക്കും നമ്മൾ മുൻതൂക്കം നൽകണം. അപ്പോൾ നമ്മൾ ഒരു പ്രശ്നം ഏറ്റെടുത്താൽ അത് ചെറിയ പ്രശ്നമായാലും വലിയ പ്രശ്നമായാലും ഒരു പ്രതിബദ്ധതയോടുകൂടി നമ്മളത് കൈകാര്യം ചെയ്യണം. അപ്പം അങ്ങനെയുള്ള പ്രതിബദ്ധതയുള്ള ഒരാളാണ് ശ്രീ തമ്പാൻ നായർ എന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലാക്കി. ചടങ്ങിൽ ബസ് ഓണേഴ്സ് ജില്ലാ പ്രസിഡന്റ് K. ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ KK തമ്പാൻ നായർക്ക് ഉപഹാരം സമർപ്പിച്ചു. CA മുഹമ്മദ് കുഞ്ഞി, ശങ്കരൻ നായിക്, K. സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുൽ നാസർ മദനിയുടെ ചികിത്സയ്ക്കായി സഹായം അഭ്യർത്ഥിച്ച് മദനി സഹായ സമിതി ജില്ലാ കമ്മിറ്റി രംഗത്ത്. മദനിയുടെ ആരോഗ്യനില വീണ്ടെടുക്കാൻ ചിലവായ ഭാരിച്ച തുക കണ്ടെത്താൻ ജില്ലയിലെ മുഴുവൻ പൊതുസമൂഹവും സഹകരിക്കണമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബാംഗ്ലൂർ സിറ്റിയിലെ മല്ലികെ ഹോസ്പിറ്റലിൽ ആരോഗ്യനില വഷളായി കഴിഞ്ഞതിന്റെ ഭാഗമായാണ് അബ്ദുൽ നാസർ മദനിക്ക് 1 കോടിയോളം രൂപ ചികിത്സാ ചെലവ് കണക്കാക്കുന്നത്. വരുമാന മാർഗമില്ലാതെ മദനിക്ക് സഹായം അഭ്യർത്ഥിച്ചാണ് മദനി സഹായ സമിതി രംഗത്ത് വന്നത്. ജില്ലയിലെ മുഴുവൻ പൊതുസമൂഹവും ധനസമാഹരണത്തിന് സഹകരിക്കണമെന്ന് മദനി സഹായ സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അബ്ദുൽ നാസർ മദനി ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് ആ പണം അടക്കാൻ തയ്യാറാകാത്ത സാഹചര്യമൊക്കെ സംജാതമായതുകൊണ്ട് 1 കോടി രൂപയോ കൂടുതൽ അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർമാർക്കും ഹോസ്പിറ്റലിനും നൽകേണ്ട ബാധ്യത ഒരു ഭാഗത്ത് അബ്ദുൽ നാസർ മദനിയുടെ തലയിൽ വന്നുകൊണ്ടു എന്നുള്ളതാണ്. തുടർ ചികിത്സക്കും ഭീമമായ സാമ്പത്തിക ബാധ്യത അബ്ദുൽ നാസർ മദനിക്ക് ആവശ്യമായി ഉണ്ട്. വാർത്താ സമ്മേളനത്തിൽ സയ്യിദ് ഉമർ ഫാറൂഖ് തങ്ങൾ, ഹാരിസ് ബന്നു, സൈഫുദ്ദീൻ, റഷീദ് മുണ്ടുംതല, സുബൈർ പടുപ്പ്, അഹമ്മദ് ബഷീർ, അബ്ദുള്ള കുഞ്ഞി, നൌഫൽ ഉളിയത്തടുക്ക തുടങ്ങിയവർ സംബന്ധിച്ചു. മഞ്ചേശ്വരം SYS SSF വാട്സപ്പ് ഗ്രൂപ്പും SYS മൊണ്ടുഗോളി ബ്രാഞ്ചും സംയുക്താഭിമുഖ്യത്തിൽ റംസാൻ കിറ്റ് വിതരണം ചെയ്തു. മൊണ്ടുഗോളി ശാഖാ അധ്യക്ഷൻ അബ്ദുൽ ഖാദർ സക്കാഫി കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. നിർധനരായ 40 കുടുംബത്തിനാണ് 1200 വില വരുന്ന റംസാൻ കിറ്റുകൾ ലഭിച്ചത്. SYS SSF വാട്സപ്പ് ഗ്രൂപ്പും SYS മോണ്ടുഗോളി ബ്രാഞ്ചും സംയുക്തമായാണ് കിറ്റ് വിതരണം സംഘടിപ്പിച്ചത്. കിറ്റ് വിതരണം ചെയ്യാൻ ആവശ്യമായ ധനസഹായം നൽകിയത് പ്രദേശത്തെ ഹസൈനാർ കുവൈത്ത്, നൌഫൽ മോണ്ടുഗോളി, ഇല്യാസ് കുവൈത്ത് തുടങ്ങിയവരാണ്. മോണ്ടുഗോളിയുടെ ശാഖാ അധ്യക്ഷൻ അബ്ദുൽ ഖാദർ സഖാഫി റംസാൻ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജനസേവന രംഗത്ത് നിറഞ്ഞു നിൽക്കുകയാണ് വാട്സപ്പ് ഗ്രൂപ്പും മോണ്ടുഗോളി ബ്രാഞ്ചും. നിർധന കുടുംബത്തിലെ പെൺകുട്ടികളുടെ കല്യാണ ആവശ്യങ്ങൾക്കും രോഗികൾക്കും ഇവർ സഹായം ചെയ്തു വരികയാണ്. കിറ്റ് വിതരണത്തിനായി സംഘടിപ്പിച്ച ചടങ്ങിൽ ഗൗസിയ ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൽ ഹമീദ് സഖാഫി, ഗൗസിയ പള്ളി പ്രസിഡന്റ് MS സുലൈമാൻ, മുഹമ്മദ് ഹാജി, ഹമീദ് പട്ടോരി, അബൂബക്കർ ഗറാഡി, നൌഫൽ തുടങ്ങിയവർ സംബന്ധിച്ചു. സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ബൈക്ക് റാലിയും LED ഡിസ്പ്ലേ ഷോയും സംഘടിപ്പിച്ചു. കാസർഗോഡ് നിന്നും ആരംഭിച്ച ബൈക്ക് റാലി NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു.
കാസർഗോഡ് ഇലക്ട്രിക്കൽ സബ് ഡിവിഷനാണ് പരിപാടി സംഘടിപ്പിച്ചത്. സമ്പൂർണ്ണ വൈദ്യുതീകരണ ജില്ലയായുള്ള പ്രഖ്യാപനത്തിന്റെ ഭാഗമായി കാസർഗോഡ് നിന്നും ആരംഭിച്ച ബൈക്ക് റാലിയും LED ഡിസ്പ്ലേ ഷോയും എന്നെ നെല്ലിക്കുന്ന MLA ഉദ്ഘാടനം ചെയ്തു. ഈ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ ഡെപ്യൂട്ടി സിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരും വൈദ്യുതി ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരുമാണ് എന്ന് ഞാൻ ആദ്യമായി ഹൃദയം തുറന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നിങ്ങളുടെ നേട്ടമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പരിപാടിയിൽ ഡിവിഷൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മോസസ് രാജകുമാർ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P. സുരേന്ദ്ര, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നാഗരാജ് ഭട്ട്, PG സുഗതൻ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് നിന്നും ആരംഭിച്ച ബൈക്ക് റാലി കുമ്പള, സീതാങ്കോളി, മായിപ്പാടി, മധൂർ, വിദ്യാനഗർ തുടങ്ങിയ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. 3 വർഷം കഴിഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന ആക്ഷേപം. അംഗൻവാടി വർക്കർമാർ ICDC ഓഫീസിന് മുന്നിൽ പ്രകടന പത്രിക കത്തിച്ച് പ്രതിഷേധിച്ചു. കേന്ദ്ര സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ 3 വർഷം കഴിഞ്ഞിട്ടും നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ CITU നേതൃത്വത്തിൽ ICDC ഓഫീസിന് മുന്നിൽ പ്രകടന പത്രിക കത്തിച്ച് പ്രതിഷേധിച്ചു. പുതിയകോട്ടയിൽ നിന്നും ആരംഭിച്ച പ്രകടനം CITU ഏരിയ സെക്രട്ടറി KV രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഗവൺമെന്റ് തീരുമാനമെടുക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞാൽ പ്രൊവിഡന്റ് ഫണ്ടിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക്, ജീവനക്കാർക്ക് ഇനി അങ്ങോട്ട് അവരുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നത് വളരെ വളരെ പരിമിതമായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ്. ഈ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തെ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, നിയമങ്ങൾ ഈ രാജ്യത്തിനകത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് BJPയുടെ ഗവൺമെന്റ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശോഭന ബിജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KV രാഗിണി, രമാദേവി, മാലിനി, സാവിത്രി, V. സാവിത്രി എന്നിവർ സംസാരിച്ചു. കേരള യോഗി സർവീസ് സൊസൈറ്റിയുടെ സംസ്ഥാന സമ്മേളനം 28-ന് അഴീക്കോട് വെച്ച് നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായി വാഹന പ്രചരണ ജാഥ കാഞ്ഞങ്ങാട്ട് നിന്നും പ്രയാണം ആരംഭിച്ചു. 28-ന് അഴീക്കോട്ട് വെച്ച് നടക്കുന്ന കേരള യോഗി സർവീസ് സൊസൈറ്റിയുടെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി KK ശൈലജയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. KM ഷാജി MLA മുഖ്യാതിഥിയാകും. കാഞ്ഞങ്ങാട്ട് നടന്ന പ്രചരണ ജാഥയ്ക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി KM ചന്ദ്രൻ, PM ശശികുമാർ, KV സുനിൽകുമാർ, PY കുഞ്ഞികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. മയ്യിച്ച റെയിൽവേ സബ്വേ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ട്രെയിൻ ഓടി. നാട്ടുകാരുടെ ആവശ്യം സാക്ഷാത്കരിക്കാൻ ഇനി ചുരുക്കം ദിവസങ്ങൾ. മയ്യിച്ച റെയിൽവേ സബ്വേ നിർമ്മാണത്തിന്റെ പ്രവർത്തനം ദ്രുതഗതിയിലാണ് പുരോഗമിക്കുന്നത്. അണ്ടർ പാസേജിനായി ഒരുക്കിയ 7 സ്ലാബുകൾ കിഴക്ക് ഭാഗത്തുള്ള റെയിൽവേ ലൈനിന് താഴെ കഴിഞ്ഞ ദിവസം സ്ഥാപിച്ചു. രാത്രി 9 ആരംഭിച്ച പ്രവൃത്തി പുലർച്ചെയോടെയാണ് അവസാനിച്ചത്. റെയിൽവേ ലൈനിന് താഴെ തുരങ്കം നിർമ്മിച്ചതിനുള്ളിൽ സ്ലാബുകൾ ക്രെയിനിന്റെ സഹായത്തോടെ ഉറപ്പിക്കുകയായിരുന്നു. പടിഞ്ഞാറ് ഭാഗത്തെ ലൈനിന് താഴെയും 7 സ്ലാബുകൾ സ്ഥാപിക്കും. ഈ പ്രവൃത്തി വ്യാഴാഴ്ച നടക്കും. ഇതുകൂടി സ്ഥാപിക്കുന്നതോടെ അനുബന്ധ പ്രവൃത്തികൾ ആരംഭിക്കും. സ്ലാബ് സ്ഥാപിക്കുന്നതിന് കാണാനും സഹായം നൽകാനും നൂറുകണക്കിന് പ്രദേശവാസികളാണ് കഴിഞ്ഞ ദിവസം എത്തിയത്. പ്രവൃത്തി വേഗത്തിലാകുന്നതോടെ മയ്യിച്ച റെയിൽവേ ലൈനിന് കുറുകെ അടിപ്പാത വേണമെന്ന നാട്ടുകാരുടെ ആവശ്യം സാക്ഷാത്കരിക്കാൻ ഇനി അധികം കാത്തു നിൽക്കേണ്ടി വരില്ല. P. കരുണാകരൻ MPയുടെ ഇടപെടലാണ് സബ്വേ അനുവദിക്കാനും പ്രവർത്തികൾ ഉടൻ ആരംഭിക്കാനും വഴിയൊരുക്കിയത്. മുൻ MLA K. കുഞ്ഞിരാമന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നിർമ്മാണത്തിനാവശ്യമായ തുകയും ചെറുവത്തൂർ പഞ്ചായത്ത് സെന്റേജ് ചാർജ് നൽകി. സബ്വേയുടെ അനുബന്ധ റോഡ് കടന്നുപോകുന്നതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുത്ത് നൽകുകയും ചെയ്തു. വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോകാനുള്ള രീതിയിലാണ് സബ്വേ നിർമ്മിക്കുക. ഈ സബ്വേ യാഥാർത്ഥ്യമായാൽ പടിഞ്ഞാറൻ പ്രദേശങ്ങളുടെ സമഗ്ര വികസനത്തിന് വഴിയൊരുങ്ങും. ചെറുവത്തൂർ പഞ്ചായത്തിന്റെ പടിഞ്ഞാറ് മേഖലയായ തുരുത്തി, കാരിയിൽ, മീൻകടവ്, മയ്യിച്ച പടിഞ്ഞാറ്, കുറ്റിവയൽ, കുണ്ടുപടന്ന, കിഴക്കേമുറി തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവർക്ക് യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് ഏറെ പ്രയോജനകരമാകുന്ന പദ്ധതി കൂടിയാണ് ഇത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴക്കാല ശുചീകരണത്തിനും പകർച്ചവ്യാധികളെ തടയാനും മുന്നൊരുക്കം നടത്താൻ കലക്ട്രേറ്റ് ഹാളിൽ അടിയന്തര യോഗം. മന്ത്രി E. ചന്ദ്രശേഖരൻ അടക്കം ജില്ലയിലെ മുഴുവൻ MLA-മാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രസിഡന്റുമാരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ. ഇടതുപക്ഷ സർക്കാർ 1 വർഷം പിന്നിടുമ്പോൾ ജില്ലയിൽ അനുവദിച്ച വികസന നേട്ടങ്ങൾ വിവരിച്ച് മന്ത്രി E. ചന്ദ്രശേഖരൻ. അടിസ്ഥാന വിഭാഗത്തിന്റെ വികസനം സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി ചന്ദ്രശേഖരൻ.
അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ജില്ലയിലെ മുഴുവൻ സ്കൂൾ വാഹനങ്ങളും മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചു. പരിശോധനയ്ക്ക് വിധേയമാകാത്ത വാഹനങ്ങൾക്കുമേൽ നടപടിയെന്ന് മുന്നറിയിപ്പ്. ഓഫീസിലെ UPS പ്രവർത്തനരഹിതം. നീലേശ്വരം സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നു. പൊതുജനങ്ങൾ സേവനം ലഭ്യമാകാതെ മടങ്ങിപ്പോകുന്നു. 3 വർഷം കഴിഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന ആക്ഷേപം. അംഗൻവാടി വർക്കർമാർ ICDC ഓഫീസിന് മുന്നിൽ പ്രകടന പത്രിക കത്തിച്ച് പ്രതിഷേധിച്ചു. വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.